ഹലോ ഗൈസ്, ചെക്കൻ കൂടെ ഉറങ്ങുന്നുണ്ട്. ഉറങ്ങിക്കോ. നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് കാണുന്നുണ്ടാവും ആള് നല്ല ഉറങ്ങാൻ നിൽക്കുകയാണ്. നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ക്ഷീണത്തിലാണ്. ഞാനും ഇവനെ നോക്കിയിട്ടുള്ള ക്ഷീണം. അപ്പൊ ഞങ്ങളിന്ന് വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഞാനാണ് നൈറ്റ് ഡ്യൂട്ടി ഗൈസ്. എന്താണെങ്കിലും ആ ചിരിക്കുന്നുണ്ട് ആള്. അപ്പൊ ഞങ്ങളിന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ വ്ലോഗിങ് സെറ്റപ്പ് ചെറുതായി ഒന്ന് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. അതെ, ഞങ്ങൾ ആദ്യം ഇറങ്ങിയത് ക്യാമറയും കൊണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ പരാജയമായിരുന്നു. ഞങ്ങളെ കയ്യിലൊരു ക്യാമറ ഉണ്ടായിരുന്നു, M50 Mark II. അതിപ്പോ നിർത്തിയെന്ന് തോന്നുന്നു. അതിന്റെ കൂടെ ഒരു ഗിംബലൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം വീഡിയോ എടുത്തിരുന്നത്. പക്ഷെ ആദ്യമൊന്നും അല്ലേ, ലാസ്റ്റ് വരെ നമ്മള് വീടിന്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് വീഡിയോ നമ്മുടെ വീടിന്റെ ഉള്ളിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ സാധനം അടിപൊളിയാണ്. കാരണം ലോ ലൈറ്റ് മൂഡിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ സാധനം അടിപൊളി പക്കയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധനം ഇത്തിരി ഹെവിയാണ്. നമ്മൾ വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളെ കൈ കുറച്ച് കഴിഞ്ഞാൽ വേദനിക്കും. നമ്മൾ ഒരു ദിവസം അത് വെച്ച് വെസ്റ്റ് ബംഗാളിലാകുമ്പോൾ അത് വെച്ച് പുറത്ത് പോയി മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് പിന്നെ അത് വൈഡ് ആംഗിൾ അല്ല, നമുക്കൊരു പരിധിയിൽ എടുക്കാൻ വേണ്ടി വൈഡ് ആംഗിൾ ലെൻസൊക്കെ വാങ്ങണം. പിന്നെ വേറെ എക്സ്പെൻസീവാണ്. പിന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളധികം യൂസിങ് ഇല്ല നമുക്ക്. പിന്നെ അത് ലെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം, മെയിൻ്റെനൻസ് അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് കൊടുത്ത് ഞങ്ങൾ വേറെ എന്തെങ്കിലും വാങ്ങാൻ നിന്നു. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോണൊന്നും അത്ര ഇതില്ലാത്തതുകൊണ്ട് ക്യാമറയിൽ തന്നെ ആയിരുന്നു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. ഇപ്പൊ ഈ ഫോൺ തന്നെ ഫോണിലായി ഫോട്ടോട്ടൊക്കെ വന്നപ്പോൾ ഫോട്ടോ ഒക്കെ അതിലായി എടുക്കാൻ തുടങ്ങിയത്. പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളിൽ ഗോപ്രോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വ്ലോഗിങ്ങിനായിട്ട് ഗോപ്രോ ഒന്ന് മാറ്റണം. ഗോപ്രോ ഇടയ്ക്കിടയ്ക്ക് ചൂടാവും. അതുപോലെ കണ്ടിന്യൂ ആയിട്ടുള്ള വ്ലോഗ് എടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒന്നാമത് ഞങ്ങൾ സിക്കിമിൽ പോയപ്പോൾ അതിന്റെ കാര്യം ഏകദേശം തീരുമാനമായിരുന്നു. അതിന്റെ ബാറ്ററി എല്ലാം അവിടുത്തെ തണുപ്പ് പറ്റിയിട്ട് ആകെ വീർത്ത് 4 ബാറ്ററി ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 ഉള്ളൂ. അത് രണ്ടും വീർത്ത് നിൽക്കുകയാണ്, അത് മാറ്റണം. പിന്നെ ഗോപ്രോന്റെ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ലൈറ്റ് മോഡിൽ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഷോക്കാണ്. അതായത് അതിന് നല്ല ലൈറ്റ് വേണം, എന്നാൽ മാത്രമേ അത് നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വേറൊരു സാധനം അപ്ഡേറ്റ് ചെയ്ത് വാങ്ങി. ഇവളെ കണ്ടുപിടുത്താണ്, കാണിച്ചു കൊടുക്കുക. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ കുറേ ആയി തപ്പുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഇതാണ് ഞങ്ങൾ വാങ്ങിയത്. DJIയുടെ ഓസ്മോ പോക്കറ്റ് 3 ആണ് വാങ്ങിയത്. അപ്പോൾ പോക്കറ്റ് 1ഉം പോക്കറ്റ് 2 ഒക്കെ ഇപ്പോൾ ഉണ്ട്, പക്ഷേ പോക്കറ്റ് 3 ലേറ്റസ്റ്റ് വേർഷൻ. അതിൽ ആ സ്ക്രീനൊക്കെ നമുക്ക് ഇങ്ങനെ തിരിക്കാനൊക്കെ പറ്റും. പിന്നെ 4K സപ്പോർട്ടാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് ക്രിയേറ്റർ കോംബോ ആണ്. അപ്പോൾ ക്രിയേറ്റർ കോംബോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്ലറും ക്ലിയറും അത് കുഴപ്പമില്ല. ഇല്ല, ഒരാൾക്ക് ആള് ബ്ലർ ആവുന്നുണ്ടോ ഡൗട്ട് ആയതുകൊണ്ട് ഒന്ന് ഇടയ്ക്കൊന്ന് കട്ട് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ടൊക്കെയാണ്. നമ്മൾ വ്ലോഗ് എടുക്കുകയാണേ. അപ്പൊ ഇതാണ് ഒരു സാധനം. അപ്പൊ ഗൈസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ക്രിയേറ്റർ കോംബോ ആണ്. വാങ്ങുമ്പോൾ മാക്സിമം ക്രിയേറ്റർ കോംബോ വാങ്ങാൻ നോക്കുക. പിന്നെ മൈക്കും കാര്യങ്ങളൊക്കെ ആദ്യമേ ഉണ്ട് വെച്ചാൽ അവർക്ക് ക്രിയേറ്റർ കോംബോ വാങ്ങേണ്ട ആവശ്യമില്ല. ഇതിൽ വെറും ബോക്സ് മാത്രമേ ഉള്ളൂ. ഇത് നമുക്കൊരു കേസ് വരുന്നുണ്ട്. ഇതൊരു കേസാണ് ആക്ച്വലി. ഇത് നമ്മളെ DJI ഓസ്മോ പോക്കറ്റ് 3 ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട്, അതായത് സേഫ്റ്റി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഞാൻ വെച്ച് കാണിച്ചു തരാം ലാസ്റ്റ്. ഇതൊരു ബാഗായിട്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് നമ്മളെ ക്രിയേറ്റർ കോംബോയിൽ മാത്രമേ ബാഗായിട്ട് വരുന്നുള്ളൂ. സാധാ ഇതിൽ ബാഗ് കിട്ടില്ല. തുറക്ക്. ബാഗ് കുറച്ച് കഴിഞ്ഞാൽ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. നല്ല ബാഗാണ്, ഞാൻ എടുത്തോടായിക്കില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഓപ്പൺ ആക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളുടെ ആൾ. ഇത്രയേ ഉള്ളൂ. ഒരു കൈയിന്റെ എന്റെ കൈ വെച്ച് കഴിഞ്ഞാൽ കൈയിന്റെ മുക്കാ ഭാഗമേ ഉള്ളൂ. അത്രയും ചെറുതാ, അത്രയും ചെറുത്. പിന്നെ വെയിറ്റ് പറയുന്ന സാധനം ചെറിയൊരു വെയിറ്റേ ഉള്ളൂ. നമുക്ക് വ്ലോഗൊക്കെ എടുക്കാൻ ഇങ്ങനെ പിടിച്ചെടുക്കുക നല്ല സുഖമാണ് വ്ലോഗ് ചെയ്യാനൊക്കെ. ചെറിയ സാധനം. ഇത് കണ്ടായിരുന്നു ഇതിന്റെ സ്ക്രീൻ നമ്മളിങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഇതാ നമ്മൾ കണ്ടോ. അപ്പോൾ ഇത് ആക്റ്റീവ് ആയി. ഇത് ഈ സ്ക്രീൻ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഓഫ് ആവും. നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഓൺ ആവും. അതുപോലെ തന്നെ നമുക്ക് ഈ സ്ക്രീന് നേരെ വെർട്ടിക്കലാക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീൽസും അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അതുപോലെ ഇത് വെച്ച് ഓടുകയാണെങ്കിൽ പോലും ഗൈസ് ഞങ്ങൾ ആ കുറേ ഇതിന്റെ റിവ്യൂ ഒരുപാട് നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ സാധനം എടുത്തത്. ഇതൊരു ബാറ്ററിയാണ്, അതായത് ഗ്രിപ്പിലുള്ള ബാറ്ററി. ഈ സാധനം അതായത് ഇത് കണക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക.
ഞാനിത് വീഡിയോ കണ്ടിട്ട് എനിക്കെല്ലാം അറിയാം. ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതായത് ഇതൊരു ബാറ്ററിയാണ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാറ്ററിയാണ്. നമുക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് ഇത് ചാർജ് കഴിയാൻ നേരത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാറ്ററി എടുത്തിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പവർ ബാങ്ക് പോലെ ഇതിന്ന് ചാർജ് ഇതിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഇതിൽ ചാർജ് ആവും. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ആണ്. 20-25 മിനിറ്റ് വെച്ചാൽ തന്നെ നമ്മൾ പോക്കറ്റ് 3 പെട്ടെന്ന് ചാർജ് ആവും, ഫുള്ളാവും. പിന്നെ അതുകൂടാതെ ഇതും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. ഇത് മാത്രം 100 മിനിറ്റ്, 100 ചവിട്ടി കൂടി പൊട്ടത്തരം പറയുന്നത്. 100 മിനിറ്റ് നമുക്ക് അങ്ങനെ ഒരുപാട് സമയം യൂസ് ചെയ്യാം. നമുക്ക് അതൊരു ബെനിഫിറ്റ് ആണ്. അതായത് ഇത് ചാർജ് തീരുമ്പോൾ ഇത് ചാർജ് ചെയ്യാൻ വെക്കുക, എന്നിട്ട് പിന്നെ ഇത് കണക്ട് ചെയ്യാം. നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അതെ. പിന്നെ ഇതതിൻ്റെ ഒരു ട്രൈപോഡ് പോലത്തെ സാധനമാണ് DJ തന്നെ. നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം കണക്ട് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് വീഡിയോയും കാര്യങ്ങളും എടുക്കാം. ജസ്റ്റ് ഒരു സ്റ്റാൻഡ്. കുട്ടീനാകൊണ്ടേ ഇവനെയും നോക്കണം, ഉറങ്ങിയോ ആവും. ഒന്നുമില്ല, മൈക്കുള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടതാണ്. ഇതും വെക്കുക. ഇതും ഇതിൻ്റെ ഒരു ഗ്രിപ്പാണ്. നമ്മൾ ആ ബാറ്ററി യൂസ് ചെയ്യാത്ത സമയത്ത് ഇത് ഗ്രിപ്പാക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇതേപോലെ ട്രൈപോഡായി വെക്കാം. അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഈ ഗ്രിപ്പ്. സംഭവം ഭയങ്കര ചെറുതാണ്. ഞാൻ ഗായ്സ് 100 വട്ടം പറയുന്നുണ്ടല്ലേ. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയ സാധനമാണ് DJയുടെ മൈക്ക് 2. മൈക്ക് 1 ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്, മൈക്ക് 2 ആണ്. അപ്പോൾ മൊത്തത്തിലുള്ള ഇവൻ്റെ സെറ്റപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ഞങ്ങൾ മൊത്തം വെച്ചിട്ടുണ്ട്, ഗ്രിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കവർ ഞങ്ങൾ ഇതുവരെയായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഇത് ശരിക്കും സ്ക്രീൻ കാർഡൊക്കെ വെച്ച് പ്രൊട്ടക്ട് ചെയ്യണം, നമുക്ക് നല്ല സേഫ്. അത് ആമസോണിൽ കിട്ടി 299 തോന്നി, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ലെൻസിൻ്റെ അവിടെ ഒരു ഇതും വരും, ഇവിടെയും വരും. മൊത്തത്തിലുള്ള സെറ്റപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് നേരത്തെ ഞങ്ങൾ വീഡിയോ എടുത്തപ്പോൾ ഞങ്ങൾ GoPro ഭയങ്കര ഹീറ്റായി പോയി. അതാണ് ഞാൻ പറഞ്ഞത്, അതിൽ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അതൊന്നും നമ്മളിപ്പോൾ സംസാരിക്കുന്നത് മറ്റേതിലാണ്. ഇപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഗായ്സും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് ഓസ്മോ പോക്കറ്റ് 3 ആ വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകാൻ പറ്റും. അത് ഞങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന നല്ല വൈഡ് ആംഗിളിൽ നല്ല കളറുണ്ട് സത്യം പറഞ്ഞാൽ. മറ്റിലൊക്കെ ഞാൻ കറുത്തിട്ടായിരുന്നു, ഇപ്പോൾ ഇത്തിരി വെളുത്ത പോലെ തോന്നുന്നു അല്ലേ. പിന്നെ ഇതാണ് മൈക്ക്. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് ഇതിൽ നിന്നുള്ള വോയിസ് ആണ്. ഇപ്പൊ സംസാരിക്കും, രണ്ട് വാക്ക് പറയൂ താങ്കൾ. ഹലോ ടെസ്റ്റിംഗ്. അപ്പോൾ ഇപ്പം നമ്മൾ കേൾക്കുന്നത് DJ മൈക്ക് 2 എന്നുള്ള വോയിസ് ആണ്. ഇതാണ് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിലൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ആ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ തന്നെ ഓണാക്കാം. അതായത് നമ്മൾ അവിടെ പോയിട്ട് ഓണാക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഈ സാധനം എടുത്തിട്ട് കുറേ ദൂരത്ത് പോയിട്ട് ഇത് എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ വീഡിയോയും എടുക്കാം. വീഡിയോ മോഡിലാണെങ്കിൽ വീഡിയോ ഓണാവും, ഫോട്ടോ മോഡിലാണെങ്കിൽ ഫോട്ടോ ഓണാവും. ഇവിടെ നേരത്തെ ഫോട്ടോ മോഡിലിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുത്തു, എന്നിട്ട് നമുക്ക് ഇത് തന്നെ ഓഫാക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഇത് നമുക്ക് ഇതിൽ നമുക്ക് 8 GB നമുക്ക് ഞങ്ങൾ സംസാരിക്കുന്നത് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കത് വേണമെങ്കിൽ അതിൽ കയറ്റിയിട്ട് നമുക്ക് അങ്ങനെ ഇതാക്കാൻ പറ്റും. ഞങ്ങളെ ചതിച്ചവൻ ഇവനാണ്, Hero 10. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് റിസീവർ. ഇത് നമുക്ക് ഇതിൽ ആവശ്യമല്ല. ഇതിൽ അല്ല പോക്കറ്റ് 3 ആവശ്യമില്ല, കാരണം അത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഞങ്ങളിൽ ഇതും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്ക് സംസാരിക്കണമെങ്കിൽ അതാ ഇവിടെ ഇരിക്കുന്നതും ഇതും വേണം. അപ്പോൾ ഇതും വെച്ചിട്ട് സംസാരിക്കാം. ഈ GoPro തന്നെ നല്ലൊരു എമൗണ്ട് കൊടുത്ത് ഞങ്ങൾ വാങ്ങിയതാണ്. നല്ല ഞങ്ങൾ കുറേ ഫണ്ട് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. മൈക്ക് വേണം, ഓർമ്മയില്ലാതെ പറയരുത്, മൈക്ക് പിടിക്കൂ. പിന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് തന്നെ കാണാതെ നമുക്ക് തന്നെ ഇതിൽ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിലെന്തൊക്കെയോ കുറേ ഞങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഒരുപാട് ഫീച്ചർ ഉണ്ട്. നമുക്ക് ജോയ്സ്റ്റിക്ക് പോലത്തെ സാധനം ഉണ്ട്. ഇതിങ്ങനെ നമ്മളെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഫീച്ചർ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കാണിക്കണമെന്ന് പഠിക്കണം, പക്ഷേ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കിതിൽ ഫേസ് ഡിറ്റക്ഷൻ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇവളെ മോന്ത നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവളെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ ക്യാമറയുടെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നമ്മൾ ചാടുമ്പോൾ ക്യാമറ ഒപ്പം ചാടും. അത് ഞാൻ ഇതിലിപ്പോൾ ചെയ്തിട്ട് എനിക്ക് പഠിഞ്ഞിട്ടില്ല. നമ്മളത് ചെയ്യും, നമ്മൾ വരുന്ന വഴിക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ ക്ലാരിറ്റിയും ഇതും എത്രത്തോളം ഉണ്ടാവുന്നു. അപ്പോൾ ഇനി മുതൽ ഞങ്ങളെ വ്ളോഗും കാര്യങ്ങളെല്ലാം ഇതിലായിരിക്കും. ചെക്കൻ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഇതിലായിരിക്കും ഞങ്ങളെ വ്ളോഗും കാര്യങ്ങളൊക്കെ. മൈക്ക് ഞങ്ങളിത് യൂസ് ചെയ്യില്ല. ഇത് ഇവള് സോളോ ആയിട്ടുള്ള ഇവളെ വ്ളോഗിൽ മാത്രമേ ഇവള് യൂസ് ചെയ്യുള്ളൂ. അല്ലാത്തത് ഇത് വേറെ പ്രശ്നം കൂടി ഉണ്ട്. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ മൈക്കൊക്കെ നമ്മൾ സെപ്പറേറ്റ് കിട്ടുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചാർജ് ചെയ്യണം. നമ്മൾ മറ്റേ ബോക്സ് എടുക്കുക. ഞങ്ങളതിൽ ഇതാണ് ഇരിക്കുന്നത്.
ഇതിൽ നമുക്ക് മൈക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ചതിൽ ഇതിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുള്ളതാണ് ഏറ്റവും നല്ലത്, സേഫും പിന്നെ ചാർജ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലേ. എങ്ങനെയുണ്ട്, മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടോ? സംഭവം പൊളിയാണ്. അല്ല സത്യം പറയാൻ എന്താ പറയുക, ഇവൾക്ക് ഫസ്റ്റൊക്കെ എൻ്റെ കയ്യിൽ ഐഫോണ് ആ സമയത്ത് 7+ ഉണ്ടായിരുന്ന സമയത്ത് ഇവൾക്ക് ഐഫോണൊന്നൊരു താല്പര്യം. ഞാൻ പറഞ്ഞ നീ 7+ എടുത്തു പറഞ്ഞു, എനിക്ക് ഐഫോൺ വേണ്ട. അപ്പോൾ ഇവൾക്ക് ഏതാ ഫോൺ വേണ്ടായിരുന്നു, ഒപ്പോൻ്റെ ഒരു ഫോണാണ് F9 Pro. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽച്ചായയാണ്. അതിന് മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ വെളുപ്പിച്ചട് കിട്ടും, ക്ലിയർ ഒന്നും ഉണ്ടാവില്ല, വെളുപ്പിച്ചട് കിട്ടും. ഇവൾക്ക് അതാണ് വേണ്ടത്. എന്നിട്ട് ഞാൻ ഏത് വർഷത്തെ കാര്യം? 2016, 17, 18. എന്നിട്ട് ഇവൾക്കൊരു ഇതുണ്ട്, ഏതിലെ ഫോട്ടോ എടുക്കാറ്, സാധാ ക്യാമറ B612 എടുക്കും, ഒന്നുകൂടി വെളുപ്പിക്കും. എന്നിട്ട് അതിലുള്ള കുറേ ഫോട്ടോസ് നിങ്ങൾ കണ്ടിപ്പോൾ ഇരുന്നോളും ചിരിക്കും. ഇപ്പോഴുള്ള സ്നേഹൽ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുപോകണം. പക്ഷെ ഇത്ര അടുത്തൊക്കെ നല്ലോണം വോയിസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ടാവും. ഞങ്ങളെ മൈക്ക് ഇതാണ്, ഇത് രണ്ടും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. നിന്റെ അവിടെ ഞങ്ങളിത് മൊബൈലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പം എന്നെ കാണിക്കുന്ന വിഷ്വൽസാണ് അതിൽ കാണുന്നത്. നിങ്ങൾ എന്നെ ശരിക്കും ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇൻബിൽറ്റ് മൈക്ക് വരുന്നുണ്ട്, ഞാൻ കണ്ടിരുന്നു. പക്ഷെ അത് 1, 2, 3 ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഗ്രിപ്പിലിട്ട് പിടിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും. കണക്ട് ചെയ്യാൻ വേണ്ടി കുറേ ടൈം എടുത്തു. അതിൻ്റെ അപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യണം, DJI എന്ന് പറഞ്ഞിട്ടുള്ള അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. നമുക്ക് ഇത് തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് ഇതൊന്ന് ഇതാക്കാൻ പറ്റും. ഞാൻ മൈക്കിൻ്റെ കാര്യം പറഞ്ഞുതരാം. മൈക്ക് വരുന്നത് ഇതിൻ്റെ DJIയുടെ തന്നെ മൈക്ക് 2 ആണ് വരുന്നത്. ഞങ്ങളതിലുള്ളത് 1 ആണ്. അപ്പോൾ ഇതിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ അതായത് ഇത് ട്രാൻസ്മിറ്ററാണ്, ഇതിൻ്റെ റിസീവർ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞങ്ങളെ കയ്യിലിരിക്കണതിൽ ഇതിൻ്റെ ഈ ഗോപ്രോൻ്റെ മുകളിലൊരു സാധനം ഇരിക്കുന്നുണ്ടാവും, റിസീവർ പറഞ്ഞിട്ട്. അത് ഇതിനാവശ്യമില്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇതിൽ പവർ ബട്ടൺ ഉണ്ട്, അത് ഓണാക്കി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതുമായിട്ട് പെയറാവും, നമുക്ക് സംസാരിക്കാം. പക്ഷേ ഇതിൽ ഒരാൾക്ക് മാത്രമേ സംസാരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ മാറി മാറി സംസാരിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ടേബിളിന് അപ്പുറത്തും നിന്നൊക്കെ സംസാരിക്കുമ്പോൾ ഇതിങ്ങനെ സെൻറ്ററിൽ വെച്ച് നമുക്ക് സംസാരിക്കാം. അല്ലാതെ ഇതുപോലെ നമുക്ക് വെച്ച് സംസാരിക്കുമ്പോൾ ഒരാൾക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് സിംഗിളായിട്ട് വ്ലോഗ് ചെയ്യുന്ന ആളുകൾക്ക് ക്രിയേറ്റർ കോംബോ ബെസ്റ്റാണ്, ഞാൻ സജസ്റ്റ് ചെയ്യും. അല്ലേ, നമ്മൾ കപ്പിളായിട്ടുള്ളവർക്ക് പറ്റില്ല. അല്ല, മൈക്ക് ചേഞ്ച് ചെയ്ത് സംസാരിക്കുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം, പക്ഷെ അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് ഇതിൽ വേറെയും കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ ലെൻസാണ്. ഇവിടെ പരിപാടി ഇതൊക്കെ ആദ്യം തുറന്നു വെക്കേണ്ടി. അതായത് ഇതിൻ്റെ ലെൻസാണ്, വൈഡ് ആംഗിൾ ഉള്ളത്. ഇപ്പം നമ്മൾ ഓഫാക്കിയോ? അറിയൊന്നുമില്ല, അപ്പോൾ വാങ്ങിയിട്ടേ ഉള്ളൂ. അത് വേറെ കാര്യം, അത് അവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പഠിച്ചിട്ടല്ല. ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടോ? ഇത് മാഗ്നറ്റും കാര്യങ്ങളും എന്തൊക്കെയാണ്? അതവിടെ വെക്കാനുള്ളതാണ് ഗൈസ്, അടുത്തത് പറയും. പക്ഷെ ഇനി ഇതൊക്കെ പഠിച്ചെടുക്കണം. പക്ഷേ സംഭവം അതെ, ഇത് സിമ്പിൾ സെറ്റപ്പാണ്, ഞാൻ പഠിച്ചു തരാം. ഇത് മാഗ്നറ്റാണ്, ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഇത് നോക്കിയൊക്കെ ഒന്നും കൂടി വൈഡ് ആംഗിളായി. ഇതിലൊരു വ്ലോഗ് ഞങ്ങൾ എടുക്കേണ്ടത്, നെക്സ്റ്റ് വ്ലോഗ് ഞങ്ങൾ ഇതിൽ എടുക്കേണ്ടത്, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ ലെൻസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ക്രിയേറ്റർ കോംബോയിൽ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. അപ്പോൾ 2500 എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പുതിയ ഓസ്മോ പോക്കറ്റ് എടുത്ത വിശേഷങ്ങൾ. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഗോപ്രോ ചതിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മളെ ഫ്ലോയിൽ അങ്ങനെ വീഡിയോ എടുക്കായിരുന്നു. എത്ര വട്ടം ഞാൻ ഉറങ്ങി. ശരിയാണ്. താങ്കൾക്ക് പറയാനുണ്ടോ? നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ബാക്കത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അത് തിരിച്ചാൽ മതി. രണ്ട് മന്തോളാണ്, പൊലിവാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ബാക്കിൽ വ്യൂ ആണ്. അത് ഞങ്ങള് ഇനിയസ്റ്റേനൊന്ന് കാണിച്ചു കൊടുക്കുക. ചെക്കൻ അവിടെ ഇങ്ങനെയൊക്കെ പാടെ ഇപ്പൊ പാല് കൊടുത്ത് ഉറക്കിയതാണ്. അത് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ആദ്യം എടുത്ത വീഡിയോയും ഈ വീഡിയോയും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ക്ലാരിറ്റിയുടെ. നല്ല ഇരുട്ടാണ്. ഞങ്ങൾ ലൈറ്റ് പോലും ഇട്ടിട്ടില്ല റൂമിൽ. ഞങ്ങൾ മരങ്ങളും കാര്യങ്ങളും മഴക്കാറും എല്ലാം നല്ല ഇരുട്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇതിൽ ഞങ്ങൾക്ക് കാണുമ്പോൾ നന്നായി മനസ്സിലാവും, നല്ല ലൈറ്റ് ഉള്ള പോലെ. അപ്പോൾ ഇതാണ് ഞങ്ങളെ വിശേഷങ്ങൾ. ഇനി ഞങ്ങൾ ഇതുമായിട്ടുള്ള പുതിയതായിട്ടുള്ള വ്ളോഗുമായിട്ട് വരണ്ട്. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതുവരെ എല്ലാവർക്കും നമസ്കാരം. അല്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാരും ഞങ്ങൾക്ക് ഇക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എൻ്റെ കൂടെ ഒക്കെ അല്ലേ, അതാ ഞാൻ പറയാം. ഇക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. അത് പറയുന്ന എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ഇവളെ കൂടെ നടക്കുന്നത്.
അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ബൈ. ബൈ.